ശരിയടാ, ടേക്ക് യുവർ ഓൺ ടൈം. ശരി, ഞാൻ വെക്കാം. ബൈ. ഈ അശോകൻ സാർ ആരുടെ കയ്യിലായിരിക്കും ഫയൽ കൊടുത്തു വിടാൻ പോകുന്നത്? ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ? സീത, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. വേറെ ആരെങ്കിലും ഒക്കെ വരുമെന്നാ ഞാൻ വിചാരിച്ചേ. താൻ വരുമെന്ന് ഞാൻ കരുതിയേയില്ല. അശോക് സാറ് നിങ്ങളെ ഇത് ഏൽപ്പിക്കാൻ പറഞ്ഞു. എല്ലാം കറക്റ്റ് ആണോന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ. താങ്ക് യു. അവൻ മനഃപൂർവ്വം ഇങ്ങോട്ട് വിട്ടതല്ലേ? സമയമാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരുന്നാണ്. ആ സമയം ഒരിക്കലും വരില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കും. ടോക്ക് യുവർ ഹാർട്ട് ഔട്ട്. എന്തു പറ്റി? നത്തിങ്. Happy Valentine's Day, sir. Happy Valentine's Day, ma'am. This is love mocktail. ये complimentary drink सिर्फ आपके लिए, sir. Please have it. താങ്ക് യു. സംസാരിക്കടാ, മിസ്സാകല്ലേ. ഇവൻ ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞ ഞാനിപ്പോ എന്താ സംസാരിക്കുക? ഈ വെയിറ്റർ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണെന്നാ വിചാരിച്ചേ. നിങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനെന്നാ ചെല്ലട്ടെ. വേറെ മീറ്റിംഗ് ഒന്നും ഇല്ലടി, നിക്കേ. ആ അശോക് നമ്മളെ നൈസായിട്ടൊന്ന് പെടുത്തിയതാ. അവൻ പറഞ്ഞ ഫോറിൻ ഡെലിഗേറ്റ് എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നീയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കയ്യിലൊക്കെ വെക്കാറുണ്ടല്ലേ? മെസ്സേജ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഫോൺ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് എനിക്ക് മനസ്സിലായി. റിപ്ലൈ കൊടുത്ത നല്ല ശീലം ഉണ്ടെന്ന് മനസ്സിലായി. പാവം, ആരുടെ മെസ്സേജിനാ ഇത്ര കാര്യമായിട്ട് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുന്നേ? അത് ഒരക്ഷരം വേണ്ടി പോരുത്. എല്ലാരും പറയും ഫോണ് കയ്യിലുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെയാണെന്ന്.
പക്ഷെ നിങ്ങളുടെ കാര്യത്തില് അത് വലിയ കള്ളോ. അല്ല സോറി, അത് എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റിയില്ല, തിരിച്ചൊരു റിപ്ലൈ തരാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞാണോ ഈ സോറി? അല്ല, അർജന്റായിട്ട് റാമിനൊരു മെസ്സേജ് അയക്കണമായിരുന്നു. അയച്ചോട്ടെ? നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ? നത്തിങ്, എവറിങ് ഈസ് ഫൈൻ. സീത, ഹാവ് ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് എ മോക്ടെയിൽ. അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. ഇല്ല വേണ്ട, ഞാൻ ഈ ഫയല് തരാൻ വന്നതല്ലേ. ഞാൻ എന്നാ പോയിക്കോട്ടെ. ഇവിടെ എനിക്കിനി ജോലിയൊന്നുമില്ല. അത് ആക്ച്വലി താൻ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചേയില്ല. യു ട്രസ്റ്റ് മീ, റൈറ്റ്? ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഐ ട്രസ്റ്റ് യു റാം. താങ്ക്സ്. പിന്നെ സീത എന്തായാലും വന്നതല്ലേ, ഷാൽ വി ഓർഡർ ഫോർ ലഞ്ച്? നമുക്ക് ഒരുമിച്ച് വിടുന്ന ഫുഡ് കഴിച്ചൂടെ? മനസ്സിലായി, വേണ്ട. തന്റെ ആൻസർ എന്താന്ന് എനിക്കറിയാം. അശോക് സാർ നിങ്ങൾക്ക് ഈ ഫയൽ കൊണ്ടുതരാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നു, എന്റെ ജോലി കഴിഞ്ഞു. അതിൽ കൂടുതൽ സമയം ഞാനവിടെ സ്പെൻഡ് ചെയ്താ അതൊരിക്കലും ശരിയല്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ബോസ്, താൻ എംപ്ലോയി. ഇതല്ലേ പറയാനുള്ളത്? ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, സിഹി നിങ്ങൾക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു നിങ്ങളോട്. അപ്പോഴേക്ക് നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. റിയലി, വി ആർ ഗോണ ഹാവ് ദ ബെസ്റ്റ് ലഞ്ച് ടുഗദർ. താനതിക്ക് നന്ദി. ഇവിടെ പുറത്തുനിന്നുള്ള ഫുഡ് അലോ ചെയ്യാറുണ്ടോ? ഓഫ് കോഴ്സ്, വൈ നോട്ട്? എക്സ്ക്യൂസ് മീ. ഞങ്ങൾക്ക് ഇതൊന്ന് ചൂടാക്കി സെർവ് ചെയ്യാമോ? ഷുവർ സർ. താങ്ക് യു. സീത, ആക്ച്വലി എനിക്ക് തന്നോടൊരു സീക്രട്ട് പറയാനുണ്ട്. എന്താ അത്? അന്നൊരിക്കലെ ബ്ലൂ ഹോട്ടലിൽ ഞാൻ ഫാമിലിയുടെ കൂടെ ലഞ്ചിന് വന്നിരുന്നു. ആക്ച്വലി താൻ കൊണ്ടുവന്ന ലഞ്ച് കൊണ്ടാണ് ഞാൻ പോയത്. ആ ഹോട്ടൽ സ്റ്റാഫ് അത് ചൂടാക്കി തന്നു. അത്ഭുതം എന്താന്ന് വെച്ചാ അന്ന് താനും ആ ഹോട്ടലിലേക്ക് വന്നിരുന്നു. യാ, തന്റെ കൂടെ പക്ഷേ ആ ലോയർ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാനന്ന് ഹൈഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാനന്നൊരു നോർമൽ എംപ്ലോയി ആയിരുന്നില്ലേ. ഇനിയെങ്ങാനും ഞാൻ ആരാണെന്നുള്ള സത്യം താൻ മനസ്സിലാക്കുവോ? ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങാനും ഇല്ലാതാകുവോ? തന്റെ ബോസ് ഞാനാണെന്ന് അറിഞ്ഞാൽ താൻ എന്നെ അകറ്റി നിർത്തുമോ എന്നൊക്കെ കരുതി പേടിച്ചുപോയി ഞാൻ. എന്റെ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ റാം? Yeah, Sita. You are very important and special person for me in my life. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പുതിയൊരു ലോകം നീ കാണിച്ചു തന്നു. ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തന്നില്ലേ? മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സിഹി എന്നൊരു ഹാപ്പിനെസ് എനിക്ക് തന്നില്ലേ? I don't know how much I thank you for all this. ബോസ് എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ അകറ്റി നിർത്തിയപ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ സത്യം അത് തന്നെയല്ലേ? നിങ്ങളെ ബോസ്, ഞാൻ നിങ്ങളുടെ ഓഫീസിലെ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി. For that moment, enough is enough. എല്ലാം മറന്ന് just be yourself, let me be myself എന്നൊക്കെ തോന്നും. കയ്യില് മുറിവെങ്ങനെയുണ്ട്? ഇതിന്റെയൊക്കെ പുറകിൽ ആരാണെന്ന് മനസ്സിലായോ? യാ, ഓക്കെ. ആരോ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം തനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. എനിവേസ്, ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. അതെ, താൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്ത് ബട്ട്? ഞാൻ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ ഇനി? അല്ലല്ല, അത് മനസ്സിലായെന്ന് പറഞ്ഞത് തനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, ഇതെന്തൊരു കഷ്ടം. വല്ലാത്തൊരു പ്രശ്നം തന്നെയാ. ഭാഗ്യം ഇത്രയെങ്കിലും പറഞ്ഞല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് ഒരു കാര്യം ആരോടും പറയാൻ പറ്റില്ല. എനിക്കാണെങ്കിലോ ഒരു കാര്യം മറച്ചു വെക്കാനും പറ്റില്ല. നമ്മളെ വിചിത്ര ജോഡികളാ.
ലൈഫിൽ ഒരാളുടെ അടുത്തെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കണം സർ. അതും ഈ മാറ്ററൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും അങ്ങനെ മറച്ചു വെക്കാൻ പാടില്ല. മറച്ചു വെക്കാൻ ഞാൻ സമ്മതിക്കേയില്ല. ഇതെന്റെ ലൈഫിലെ വലിയ ഇമ്പോർട്ടന്റ് സ്റ്റേജാ. ഇതിപ്പോ ഇടയ്ക്ക് വെച്ച് അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് എന്താണെങ്കിലും നല്ലത് തന്നെ വേണം. നല്ലത് വേണോന്ന്? എന്ത് നല്ലത് വേണോന്ന്? അതായത് നിങ്ങളുടെ മനസ്സിലുള്ളതൊന്ന് തുറന്ന് പറയൂ സർ. പ്രിയ, ദിസ് ഈസ് ഓഫീസ്. സോ വാട്ട്? ഓക്കെ, ഓഫീസ് അവേഴ്സ് കഴിഞ്ഞാൽ നിനക്ക് എന്താ പരിപാടി? അത് ഓക്കെ, ഉള്ളവർക്കെല്ലാം ക്യാൻസൽ ചെയ്തേക്ക്. നിങ്ങൾക്കിപ്പോ മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. എന്തായാലും കാണണം. എനിക്ക് പിന്നെ പറയാനൊന്നും ഉണ്ടാവില്ല, വാക്കൊന്നും കിട്ടില്ല. നാണം വരും, അത് വരും, ഇത് വരുമെന്ന് എക്സ്ക്യൂസ് എങ്ങാനും പറഞ്ഞ. ബൈ ദ വേ, ഇറ്റ്സ് ഓക്കെ. നിങ്ങളൊരു എസോറിനോ പറയേണ്ട ആവശ്യമൊന്നുമില്ല, തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. കുറച്ച് കഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങൾ തന്നെ സംസാരിക്കണമല്ലോ. ഇപ്പൊ നിങ്ങൾ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, സീ യു ലേറ്റർ. ഓ പ്രിയേ, നീ എന്റെ നെഞ്ചിലെ ഉള്ളിലുള്ള കുഞ്ഞു പുഷ്പമേ. ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് റാമിനെ വിഷ് ചെയ്യണമെന്ന് കരുതിയതാ. എന്തോ എന്നെ ഞാൻ തന്നെ വിഷ് ചെയ്യാൻ സമയമായിന്നാ തോന്നുന്നേ. താങ്ക് യു സോ മച്ച്. കുറെ ദിവസമായിട്ട് ഞാൻ ഈ ഭക്ഷണം മിസ് ചെയ്യായിരുന്നു. ഓൾസോ നമ്മളെ സിഹിമോളോട് താങ്ക്സ് പറയാൻ മറക്കല്ലേ. സീ കൊടുത്തുവിട്ട ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചതെന്നറിഞ്ഞാ അവൾക്ക് അതിലും വലിയൊരു സന്തോഷമില്ല. സീത, താൻ ആഹാരം കഴിച്ചിരിക്കേ. I'll be back, okay? എക്സ്ക്യൂസ് മീ, വാഷ്റൂം എവിടെയാ? സാർ നേരെ പോയി ലെഫ്റ്റ്. താങ്ക്സ്.
Excuse me. There's a suspicious person in the washroom. Can you please take care of it? ഓക്കെ. Yeah. സീത, നമുക്ക് വേഗം ഇവിടുന്ന് പോണം. നിങ്ങൾക്കിപ്പോ മീറ്റിംഗ് ഉള്ളതല്ലേ? നിങ്ങൾ അത് നോക്ക്. ഞാൻ ഓഫീസ് ക്യാബിലല്ലേ വന്നത്. ഞാൻ പോയിക്കോളാം. താൻ എന്റെ കൂടെ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ റാം. നിങ്ങൾ നിങ്ങളുടെ മീറ്റിംഗിന്റെ കാര്യം നോക്ക്. ഞാൻ പോയിക്കോളാം. സീത, താനിപ്പോ ഒറ്റയ്ക്ക് പോകണ്ട, എന്റെ കൂടെ വാ, ഞാൻ പറയുന്ന കേക്ക്. റാം, ആ ഈസ് എവറിത്തിങ് ഓക്കെ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? നത്തിങ് സീത, ഓക്കെ. പിന്നെന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? എന്ത് പറ്റി? അല്ല, എല്ലായിടത്തും കപ്പിൾസ്, എല്ലായിടത്തും റോസസ് ആർ റെഡ്, വയലറ്റ്സ് ആർ ബ്ലൂ. ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്നെ എന്തിനാ വിഷ് ചെയ്യുന്നേ? ഇത് നീ പോയി നിന്റെ കുട്ടിയോട് പറ. ഞാൻ പറഞ്ഞത് അവളോട് തന്നെ അടി പൊട്ടി. എന്താന്ന്? ഒന്നുമില്ല. നിന്റെ പെണ്ണിനെ നീ പരിചയപ്പെടുത്തി തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു വിവരവും ഇല്ല. അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണോ? സോറി. ചേച്ചേ, അതൊന്നുമല്ല. താൻ തെറ്റായി എടുക്കില്ലെങ്കിൽ തന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എല്ലാവർക്കും അവരുടേതായ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. പാസ്റ്റ് ലൈഫിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ആർക്കും പുറത്തു വരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ തന്റെ പഴയ ഓർമ്മകൾ എന്തെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണോ താൻ ഇത്രയും നാളും കല്യാണം പോലും വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ നിന്നത്? ഇപ്പൊ അവൻ നേരെ എന്റെ അടുത്ത് വന്ന് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും. വൗ, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാ വരാൻ പോകുന്നത്. ഇപ്പോഴും എനിക്ക് നാണം വരുന്നുണ്ട്. പ്രപ്പോസ് ചെയ്യാനും ലവ് എക്സ്പ്രസ് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല. ആന ചേന മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന തലയിൽ 2 കൊട്ടും കൊടുത്തിട്ട് നീൽ ഡൗൺ ചെയ്ത് എന്നെ പ്രപ്പോസ് ചെയ്യട പൊട്ടാന്ന് പറയും. വേണ്ട, അവനൊരു പാവോ. എന്നോട് സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യം. ഇവിടെ വരെയെങ്കിലും എത്തിയല്ലോ, അതോർത്ത് സന്തോഷിക്കാം. ഇനിയിപ്പോ അവൻ പറഞ്ഞില്ലെങ്കിൽ എന്താ, എല്ലാം ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാം. നോ പറയില്ലെന്ന് ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ പാസ്റ്റ് ലവിനെ കുറിച്ച് എനിക്കറിയേണ്ട ആവശ്യമില്ല. ഓം ഗണേശായ നമഃ എന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങ് തുടങ്ങിയേക്കാം. ഇവനാണെങ്കിൽ ഇറങ്ങി വരുന്നതും ഇല്ലല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാണെന്ന് മെസ്സേജ് ഇടാം. വേണ്ട, ഇത്രയൊക്കെ എത്തിയിട്ട് നിനക്ക് കുറച്ചെങ്കിലും ഒന്ന് ക്ഷമ കാണിച്ചൂടെ പ്രിയ? വെയിറ്റ് ചെയ്യാം. കണ്ടിട്ട് മിണ്ടാതെ പോകുന്നേ. ഐ എം സോറി, ഒരു എമർജൻസി ഉണ്ട്. എന്തായിരിക്കും
എന്തായിരിക്കും ഇത്രയ്ക്ക് എമർജൻസി? എനിക്ക് വേണ്ടി വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ വേണ്ടിയായിരിക്കോ? എല്ലാവർക്കും അവരുടേതായ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. പാസ്റ്റ് ലൈഫിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ആർക്കും പുറത്തു വരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ തന്റെ പഴയ ഓർമ്മകൾ എന്തെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണോ താൻ ഇത്രയും നാളും കല്യാണം പോലും വേണ്ടാന്ന തീരുമാനം എടുത്തത്? സോറി, ഞാൻ ചോദിച്ചില്ലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. അങ്ങനെയൊന്നുമില്ല. എനിക്കങ്ങനെ പഴയ ഓർമ്മകൾ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. എനിക്ക് എന്റെ സിഹിയുടെ ഫ്യൂച്ചറിനെ പറ്റിയേ ചിന്തയുള്ളൂ. ഞാൻ ഇന്നെടുക്കുന്ന ഒരു തീരുമാനം നാളെ അവളുടെ ലൈഫിനൊരു ബുദ്ധിമുട്ടാവരുത്, അതിനെപ്പറ്റി മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. ഞാൻ അഥവാ ആ ലോയറിനെ വല്ലതും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സിഹിയുടെ ലൈഫ് എന്താകുമായിരുന്നെന്ന് എനിക്കിപ്പോ ആലോചിച്ചാലും പേടി വരും. അത് വിട്ട് ഈ പ്രേമം, കല്യാണം ഇതൊന്നും എന്റെ തലയിലില്ല റാം. താങ്ക്സ്. അതല്ല, സ്പെസിഫിക് ആയിട്ട് ഈ ചോദ്യത്തിന് എന്താ ചോദിച്ചേ? വീണ്ടും ആരെങ്കിലും കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ? പ്ലീസ്, എനിക്കിനി അതിന് കഴിയില്ല. ചേച്ചേ, അതല്ല. ഇനി ഒരിക്കലും ഞാൻ തന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് വരികയില്ല. കല്യാണം എന്നൊരു ടോപ്പിക്ക് എന്റെ ലൈഫിൽ കഴിഞ്ഞുറാം. ഓക്കെ കൂൾ. ഇപ്പൊ അതൊക്കെ എന്തിനാ പറയുന്നേ? ജീവിതം എപ്പോഴെങ്ങനെയൊക്കെ ടേൺ ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.